ഹലോ ഗൈസ്, ജെഫോടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷം വരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. നമുക്കറിയാം, നമ്മൾ യൂട്യൂബിനകത്ത് ഇപ്പം കുറച്ച് കാലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷനൊക്കെ എല്ലാം നമുക്ക് യൂട്യൂബേഴ്സിന് 8ന്റെ പണിയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന അപ്ഡേഷനാണ്. പക്ഷേ ഈ ഒരു അപ്ഡേഷൻ നമ്മളെല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതും കൂടുതൽ ആശ്വാസം തരുന്നതായിട്ടൊരു അപ്ഡേഷനാണ്. നമ്മൾ ലോങ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാനുള്ള വകുപ്പുണ്ട്. ഓക്കെ, നിങ്ങൾ മറ്റുള്ള ന്യൂസ് ചാനലുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അവരെല്ലാം ഈ ഒരു വാർത്ത എടുത്തിട്ട് ആഘോഷിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഗൈസ്, നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിനി ഇത്ര കാലം നമുക്ക് ഷോർട്ടിന്, അതായത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ ഒരു വ്യൂസ് നമുക്ക് ഷോർട്ടിൻ്റെ അകത്ത് കൂട്ടുമായിരുന്നു അല്ലേ. പക്ഷെ ലോങ് വീഡിയോനകത്ത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. അതായത് ലോങ് വീഡിയോനകത്ത് നമുക്കൊരു ആവറേജ് ഒരു ടൈം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കതൊരു വ്യൂവേഴ്സ് ആയിട്ട് കണക്ക് കൂട്ടുന്നുള്ളൂ യൂട്യൂബ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ലോങ് വീഡിയോസിനകത്ത് കൂടുതലും വ്യൂവേഴ്സ് വരാത്തത്. അതായത് നമ്മുടെ ലോങ് വീഡിയോ ക്ലിക്ക് ചെയ്ത് കൂടുതൽ സമയം നമ്മുടെ വീഡിയോയിൽ ഒരു ആവറേജ് ഒരു ടൈം, ഒരു എൻഗേജ്മെന്റ് സമയമുണ്ട്. ആ സമയം നമുക്ക് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു വ്യൂ ആയിട്ട് കൗണ്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ആൾക്കാർ തമ്പനയിലൊക്കെ കണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയാലൊന്നും ആ ലോങ് വീഡിയോസിനകത്ത് ആ ഒരു വ്യൂവേഴ്സ് ആയിട്ട് നമുക്ക് ഇതുവരെ കണക്ക് കൂട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഷോർട്ടിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും ആ ഒരു വ്യൂസ് ആയിട്ട് കണക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മോണിറ്റൈസേഷൻ അത് കൂട്ടത്തില്ല. നിങ്ങൾക്കറിയാം, എൻഗേജ്ഡ് വ്യൂസ് ഒരു 3 സെക്കൻഡിന് മുകളിൽ നമ്മുടെ ഷോർട്ടിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു വ്യൂസ് എൻഗേജ്ഡ് ആയിട്ട് കൂട്ടത്തും. പിന്നെ അതുപോലെ തന്നെ അത് നമുക്ക് മോണിറ്റൈസേഷനെ കൂട്ടത്തുള്ളൂ. അതേപോലെ തന്നെ ലോങ് വീഡിയോൻ്റെ അകത്തും നമുക്ക് പുതിയ അപ്ഡേഷൻ വന്നേക്കുവാണ്. നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ വ്യൂ കൗണ്ട് ആവും. ഇനി അങ്ങോട്ട് നമ്മുടെ ലോങ് വീഡിയോസിൻ്റെ അകത്ത് വ്യൂസ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾക്ക്, അതായത് ക്രിയേറ്റേഴ്സിന് മാത്രം യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് അനലിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ നോക്കാനാവും. എത്രയാണ് നമുക്ക് ശരിക്കുള്ള എൻഗേജ്മെന്റ്, വ്യൂവേഴ്സ്, വാച്ച് അവർ കിട്ടുന്നത് എങ്ങനെയാണെന്ന് തിരിയും. പക്ഷേ പുറമേയുള്ള ആൾക്കാർക്ക്, അതായത് വ്യൂവേഴ്സിന് നമുക്ക് നല്ല രീതിയിലുള്ള, ഇപ്പം പുതിയുള്ള ആൾക്കാർക്ക് അതാണല്ലോ സങ്കടം. നമ്മുടെ വ്യൂവേഴ്സ് നോക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൽ തീരെ വ്യൂവേഴ്സ് ഇല്ല. പക്ഷേ ഇനി അങ്ങോട്ട് നമ്മുടെ ലോങ് വീഡിയോസിന് നമുക്ക് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളതായിട്ട് നമ്മൾ കാണികൾക്ക് കാണാം, വ്യൂവേഴ്സിന് കാണാം. പക്ഷേങ്കിൽ അതിന്റെ എൻഗേജ്മെന്റും വ്യൂസും വാച്ച് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ കൂട്ടത്തുള്ളൂ. അതിന് പണവും കിട്ടത്തുള്ളൂ. മോണിറ്റൈസേഷൻ ആൾക്കാരാണെങ്കിൽ എൻഗേജ്മെന്റ് വ്യൂസിന് മാത്രമേ നമുക്ക് റവന്യൂ കിട്ടത്തുള്ളൂ. ഷോർട്ടിന് എങ്ങനെയാണ്, ഷോർട്ട് വീഡിയോക്ക് മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് എൻഗേജ്മെന്റ് വ്യൂസിന് മാത്രമേ നമുക്ക് ഡോളർ കയറത്തുള്ളൂ. പക്ഷേ പുറമേ ആൾക്കാർ കാണുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നമ്മളെ സാധാരണക്കാരായ യൂട്യൂബേഴ്സിന് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ്. കാരണം നമ്മുടെ മനസ്സിനൊരു ശക്തി തരുന്നൊരു അപ്ഡേഷനാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ ഫെബ്രുവരി 1 മുതൽ 2027 ഫെബ്രുവരി 1 മുതൽ നമ്മുടെ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടല്ലേ. ആ മാറ്റിയ സമയത്ത് നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. നമ്മൾ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് ആക്കും. പിന്നെ അതുപോലെ തന്നെ ഈ പുതിയതായിട്ട് തുടങ്ങി വരുന്ന യൂട്യൂബേഴ്സിന് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യമാണ്, നമ്മുടെ ചാനലിൽ വീഡിയോയ്ക്ക് തീരെ വ്യൂവേഴ്സ് ഇല്ല. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ 10, 20, 30, 40, 50 വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് സ്റ്റെക്കായി പോകുന്നു. അപ്പോൾ ഇനി ആ ഒരു സാധ്യത ഇല്ല. ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മളിരുന്ന വീഡിയോസിന് നല്ല രീതിയിലുള്ള വ്യൂസ് കാണാൻ ചാൻസ്. നമ്മൾ 50 വ്യൂസ് കിട്ടിയ വീഡിയോയ്ക്ക് ചിലപ്പോൾ നമുക്ക് 500 വ്യൂസ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും അല്ലേ. വീഡിയോയ്ക്ക് വ്യൂസ് ഇല്ലാത്തതാണ് കൂടുതൽ ആൾക്കും ഈ വീഡിയോ നിർത്താനും ചാനൽ നിർത്തിപ്പോകാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതൽ ആൾക്കാർ. എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. നമുക്ക് അങ്ങനെ മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു എനർജി ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കാണിക്കണം. അപ്പോൾ അങ്ങനെ കൂടുതൽ വ്യൂവേഴ്സ് നമ്മുടെ വ്യൂവേഴ്സിനെ കാണാനും അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു അട്രാക്ഷൻ വരാനൊക്കെ ഒരു ചാൻസ് ഉള്ള ഒരു അപ്ഡേഷനാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേഷൻ വന്ന സമയത്ത് നിങ്ങളെ അറിയിക്കണം തോന്നുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം. ബൈ.